അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പുതിയ ചാപ്റ്ററായ പൊളിറ്റിക്സ് ഓഫ് പ്ലാൻഡ് ഡെവലപ്മെൻറ്റ് അതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞത്. അതായത് ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യയിൽ ഡെവലപ്മെൻറ്റൽ പ്രോസസ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നേതാക്കന്മാരുടെ ഇടയിൽ നടന്ന ചർച്ചകളും അതിൻ്റെ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് പ്രോബ്ലംസ്, ആ സമയത്ത് ഫേസ് ചെയ്തിരുന്ന ഡിഫറെൻറ്റ് പ്രോബ്ലംസ് എന്തൊക്കെയെന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലേ. ഇനി നമ്മൾ ഇന്ത്യയിലെ ഡെവലപ്മെൻറ്റൽ പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. എങ്ങനെയാണ് ഡെവലപ്മെൻറ്റ് പ്ലാൻ ചെയ്തത്, അഗ്രികൾച്ചറിലും എഡ്യൂക്കേഷനിലും അങ്ങനത്തെ ഡിഫറെൻറ്റ് സെക്ടേഴ്സിൽ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് പ്ലാൻ ചെയ്തത്, അങ്ങനത്തെ കാര്യങ്ങളിൽ അതിൻ്റെ ബേസിക് കൺസെപ്റ്റിലേക്ക് നമ്മൾ ഇന്ന് പോകുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെവലപ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത്, അതായത് ഇന്ത്യയിലെ ഡെവലപ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് വി ഹാവ് 2 ഓപ്ഷൻസ്. ഓക്കെ, എന്തായിരുന്നറിയാം. ഒന്ന് ലിബറൽ ക്യാപിറ്റലിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ആസ് ഇൻ യൂറോപ്പ് ആൻഡ് ദ US. അതായത് ഇൻഡിപെൻഡൻസിന് മുമ്പ് എന്തായിരുന്നു, ഇന്ത്യക്ക് 2 ഓപ്ഷൻസാണ് ഉണ്ടായിരുന്നത്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇന്ത്യയുടെ കാഴ്ചപ്പാട് 2 ആസ്പെക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഒന്ന് എന്തായിരുന്നു, യൂറോപ്പിലും അതുപോലെ തന്നെ US ഒക്കെ ഉണ്ടായിരുന്ന ലിബറൽ ക്യാപിറ്റലിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു സാമ്പത്തിക മനോഭാവത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഡെവലപ്മെൻറ്റ്. രണ്ടാമത്തത് എന്തായിരുന്നു, സോഷ്യലിസ്റ്റ് മോഡൽ ആസ് ഇൻ ദ USSR. അതായത് USSRന് അവിടെ എന്ത് മോഡൽ ഡെവലപ്മെൻറ്റാണ് അവിടെ സോഷ്യലിസ്റ്റ് മനോഭാവത്തെ ബേസ് ചെയ്തിട്ടുള്ളത്, അല്ലെ സോഷ്യലിസ്റ്റ് രീതി ഐഡിയോളജി ഫോളോ ചെയ്യുന്ന ഒരു ഡെവലപ്മെൻറ്റ്. ഈ 2 ഡെവലപ്മെൻറ്റിൽ ആയിരുന്നു ഇന്ത്യയുടെ മുമ്പിലുണ്ടായിരുന്ന ഓപ്ഷന്. ഓക്കെ, അപ്പം ആ മോഡലായിരുന്നു, പക്ഷേ ഇന്ത്യ അത് ഫോളോ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് പിന്നെ പറയാം. ഓക്കെ, വഴിയെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ 2 മോഡൽസ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ്. ഒന്ന് ലിബറൽ ക്യാപിറ്റലിസ്റ്റിക് മോഡൽ ആസ് ഇൻ യൂറോപ്പ് ആൻഡ് US. സെക്കൻഡ് വൺ ഈസ് ദ സോഷ്യലിസ്റ്റ് മോഡൽ ആസ് ഇൻ ദ USSR. ഓക്കെ, ഇനി ഇവ തമ്മിലുള്ള ആ ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. മെനി ഇൻ ഇന്ത്യ വേർ ഇംപ്രസ്ഡ് ബൈ ദ സോവിയറ്റ് മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്. അപ്പം സോവിയറ്റ് മോഡൽ ഡെവലപ്മെൻറ്റിലായിരുന്നു എന്ത് ചെയ്യുന്നത്, കുറേ ആളുകൾ അതിലായിരുന്നു ഇംപ്രസ് ആയിട്ടിരുന്നത്. The Communist Party of India, the Socialist Party and the Nehru of the Congress Party were ardent admirers of the Soviet model. അതായത് അവർ പിന്താങ്ങിയിരുന്ന പ്രധാനപ്പെട്ട പാർട്ടികളായിരുന്നു. ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതായത് സോവിയറ്റിനെ ഡെവലപ്മെൻറ്റൽ മോഡലിനെ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളുകളായിരുന്നു. അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് പാർട്ടി, അല്ലേ. സോഷ്യലിസ്റ്റ് പാർട്ടി നമ്മൾ പറഞ്ഞ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഡീവിയേറ്റ് പോയിട്ടുള്ള പാർട്ടിയാണ്. അവരതിനെ പിന്താങ്ങിയിരുന്നു. ആൻഡ് നെഹ്റു ഓഫ് ദ കോൺഗ്രസ് പാർട്ടി, അതായത് കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ആശയങ്ങളെ പിന്താങ്ങുന്ന ഒരു ടീമുണ്ടായിരുന്നു. അവർക്കും എന്തായിരുന്നു, നമ്മുടെ USSRൻ്റെ സോവിയറ്റിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റൽ മോഡലാണ് ഫോളോ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നത്. The American model of capitalist development seemed to have very few supporters. അതായത് അമേരിക്കൻ മോഡൽ എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ലിബറൽ ക്യാപിറ്റലിസ്റ്റിക് മോഡൽ. അത് കുറച്ച് ആളുകൾ മാത്രമേ സപ്പോർട്ട് ചെയ്തിരുന്നുള്ളൂ. ഡ്യൂറിങ് ദ ഫ്രീഡം മൂവ്മെൻറ്റ് എ കൺസറൻസ് ഹാഡ് ബീൻ ഫോംഡ് ഇൻ സപ്പോർട്ട് ഓഫ് ദ USSR മോഡൽ, അല്ലേ. ഒരു USSR മോഡലിലേക്ക് എന്തുണ്ടായിരുന്നു, ആ ഫ്രീഡം മൂവ്മെൻറ്റിൻ്റെ സമയത്ത് തന്നെ ഒരു ചായ്വുണ്ടായിരുന്നു. ദ ലീഡേഴ്സ് വെർ ക്ലിയർ ഇൻ ദർ വ്യൂസ് റിഗാർഡിംഗ് ദ പോളിസീസ് ടു ബി ഫോളോഡ് ദ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. അൺലൈക്ക് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ്, ദ ന്യൂ ഇന്ത്യ ഗവൺമെൻറ് ഷുഡ് ഗീവ് അപ്പ് നാരോ കൊമേഴ്ഷ്യൽ ഒബ്ജക്റ്റീവ്, അല്ലേ. അപ്പോൾ എന്തായിരുന്നു, ലീഡേഴ്സിന് ശരിക്കും എന്തായിരുന്നു, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവും അതിൻ്റെ സ്വാതന്ത്ര്യ സമരവുമായി മുന്നോട്ട് പോകുന്ന ഇന്ത്യയിലെ നേതാക്കന്മാർക്ക് ഇവിടുത്തെ ഈ ഡെവലപ്മെൻറ്റൽ പ്രോസസ്സ് എന്തെല്ലാം ചെയ്യണം, എന്തൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ എന്തായിരുന്നു ക്ലിയർ ആയിട്ടുള്ള അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ
നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് എന്ത് ചെയ്യുന്ന ആ കാര്യത്തിലേക്ക് ഒരു നാരോ ഒബ്ജക്റ്റീവ്, അതായത് ഒരു ഇടുങ്ങിയ സങ്കുചിതമായ മനോഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം അത് നമുക്കറിയാമല്ലോ, എന്ത് അവർക്ക് ശരിക്കും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ആവശ്യം ഇന്ത്യയിലെ ഓവറോൾ ഡെവലപ്മെൻ്റ് ഒന്നുമല്ല ആവശ്യം. അവർക്ക് അവരുടെ എന്താ പറയുക കൺട്രിയിലേക്ക് അസംസ്കൃത വസ്തുക്കൾ ഇവിടുന്ന് കയറ്റുമതി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇന്ത്യയിൽ സൃഷ്ടിക്കുക എന്നതാണ് അവരുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യം. പക്ഷേ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഇന്ത്യയിലെ നേതാക്കന്മാർക്ക് അവർക്ക് എന്ത് ചെയ്യും, അതിനെ പറ്റിയിട്ടൊരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഉണ്ടായിരുന്നു അല്ലേ. ദ ഗവൺമെൻറ് ഷുഡ് ടേൺ സീരിയസ്ലി ടു പോവർട്ടി അലിവേഷൻ ആൻഡ് എക്കണോമിക് റീഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അതവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഗവൺമെൻറ്റിൻ്റെ സീരിയസ് ആയിട്ടുള്ള, അതായത് അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്രദ്ധ എന്തിലായിരുന്നു, പോവർട്ടി അലിവേഷൻ, അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനവും അതുപോലെ തന്നെ എക്കണോമിക് റീഡിസ്ട്രിബ്യൂഷൻ. അതായത് എക്കണോമിക് റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യാം, നമ്മുടെ സമ്പത്ത് രാജ്യത്തിലുണ്ടാകുന്ന ആ ഒരു സാമ്പത്തിക സ്രോതസ്സുകൾ എന്ത് ചെയ്യുക, എല്ലാ ജനങ്ങളിലേക്കും എത്തുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്യുക, കാര്യങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, പണക്കാർക്ക് വീണ്ടും എന്ത് ചെയ്യുക, പണക്കാർ ആവുക, അല്ലാത്ത ജനങ്ങളിലേക്ക് എന്ത് ചെയ്യുക, ആ ഒരു അതിൻ്റെ കാര്യങ്ങളൊന്നും എത്താതിരിക്കുന്ന സമയത്ത് ശരിക്കും ഒരു ഈക്വാലിറ്റി അവിടെ വരുന്നില്ല. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, നമ്മളിതുണ്ടല്ലോ ടാക്സ് കൊടുക്കുക, അതുപോലെ തന്നെ വാഹനങ്ങളുള്ളവർ ടാക്സ് കൊടുക്കുന്നതും അങ്ങനത്തെ കുറേ പ്രോസസ്സ് നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ശരിക്കും ഈ ജനങ്ങളുടെ അടുത്ത് നിന്ന് ഇങ്ങനെയുള്ള ഇങ്ങനത്തെ ടാക്സ് വാങ്ങിയിട്ട് ഗവൺമെൻറ് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് പ്രൊജക്റ്റുകളിൽ നിക്ഷേപിക്കുക ചെയ്യുന്നത്. ത്രൂ ദാറ്റ് പ്രൊജക്റ്റ് എന്ത് ചെയ്യും, സാധാരണക്കാരായ ആളുകൾക്ക് പലതരത്തിലുള്ള ക്ഷേമ പെൻഷനുകൾ അങ്ങനത്തെ ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതിലേക്ക് ആ ഒരു എമൗണ്ട് വക മാറ്റുകയാണ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്ന എല്ലാവർക്കും എന്ത് ചെയ്യുക, രാജ്യത്തിലെ സാമ്പത്തിക ആ റിസോഴ്സസ് എല്ലാവരിലേക്കും എത്തുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക, ഗവൺമെൻറ് അത് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. അതാണ്. അപ്പോൾ ഈ രണ്ട് കാര്യത്തിലായിരുന്നു ഗവൺമെൻറ്റിൻ്റെ എന്ത് ചെയ്യുക പ്രധാനപ്പെട്ട ശ്രദ്ധ, പോവർട്ടി അലിവേഷനും അതുപോലെ തന്നെ എക്കണോമിക് റീഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിലും. ഇനി മോസ്റ്റ് ഓഫ് ദ ലീഡേഴ്സ് സ്റ്റുഡ് ഫോർ ദ ഗവൺമെൻറ് ദാറ്റ് ടുക്ക് അപ്പ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ പോവർട്ടി അലിവേഷൻ. അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ ലീഡേഴ്സിനും എന്തായിരുന്നു, ബേസിക് ആയിട്ടുള്ള അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞത് എന്താണ്, ഇപ്പം നമ്മൾ പറയാം ഒരു വികസ്വര രാഷ്ട്രം അല്ലേ, ഇപ്പോൾ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്, വികസ്വര രാഷ്ട്രമാണ്. പക്ഷെ അന്നത്തെ കേസിലൊക്കെ എന്തെങ്കിലും ഒരു അണ്ടർ ഡെവലപ്ഡ് അവികസിത രാഷ്ട്രം എന്ന രൂപത്തിലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ ഒരു വലിയ ശതമാനം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരും അങ്ങനത്തെ കാർഷിക വൃത്തിയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്നൊക്കെ ഒരു സാധാരണക്കാരായ ജനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതാണ് ഏറ്റവും ലക്ഷ്യം. അത് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഈ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലേ. ബട്ട് there were a few who stood for industrialization through the majority wanted to give priority to agriculture. കുറച്ച് ആളുകൾ എന്തുണ്ടായിരുന്നു, ഇൻഡസ്ട്രിയലൈസേഷൻ വ്യാവസായികപരമായിട്ട് ഉള്ള ആ ഒരു വ്യാവസായിക മുൻപന്തിയിലേക്ക് എത്തണം, വ്യാവസായിക രംഗങ്ങളിൽ പുരോഗതി കൈവരിക്കണമെന്ന ഒരു കാഴ്ചപ്പാടുള്ള ഒരു വിഭാഗമുണ്ട്. അതുപോലെ തന്നെ ത്രൂ ദ മെജോറിറ്റി വാണ്ടഡ് ടു ഗിവ് പ്രിയോറിറ്റി ടു അഗ്രികൾച്ചർക്ക്, വേറൊരു കൂട്ടർക്ക് എന്തുണ്ട്, എന്തിന് ഇമ്പോർട്ടൻ്റ് കിട്ടണം, അതായത് കൃഷിക്ക് അഗ്രികൾച്ചറിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ള ഒരു ആശയമുള്ള വിഭാഗമായിരുന്നു കുറേ ആളുകളുണ്ടായിരുന്നത്. കാരണം ഇന്ത്യയിൽ നമുക്കറിയാം ഇന്ത്യ ഒരു കാർഷിക രാഷ്ട്രമാണ് അല്ലേ, അഗ്രികൾച്ചറൽ കൺട്രിയാണ്. ഇന്ത്യയിലെ മിക്കവാറും ഭൂരിപക്ഷം ജനങ്ങളും എന്തുവാണ്, അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭൂരിഭാഗം ആളുകൾക്കും എന്തായിരിക്കും താല്പര്യം, അഗ്രികൾച്ചറിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ചെയ്യുക എന്നതായിരുന്നു മെജോറിറ്റി ആളുകളുടെ എന്തായിരുന്നു താല്പര്യം.
കുറച്ച് ആളുകൾക്ക് വ്യാവസായിക താല്പര്യങ്ങളും ഉണ്ടായിരുന്നു, ഇല്ല എന്ന് പറയുന്നില്ല. അപ്പോൾ അതായിരുന്നു എന്തായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പും അതുപോലെ തന്നെ ഉണ്ടായിരുന്ന ഇന്ത്യയിലെ ഈ ഡെവലപ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ കാഴ്ചപ്പാടുകളാണ് ഇപ്പോൾ ഇത്ര വരെ പറഞ്ഞത്. ഓക്കെ, ഇനി അതിന് ശേഷം ഇവിടെ പറയുന്നുണ്ട് റൈറ്റ് ലെഫ്റ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ലേ. ഇടതുപക്ഷം വലതുപക്ഷം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇനി പൊളിറ്റിക്സ്, രാഷ്ട്രീയത്തിൽ ഇപ്പോൾ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആർ ടേംസ് വെരി കോമൺലി യൂസ്ഡ് ടു സ്പീക്ക് അബൌട്ട് ദെയർ ഐഡിയോളജീസ് അല്ലേ. നമ്മൾ എന്തിനു ബേസ് ചെയ്തിട്ടാണ് ലെഫ്റ്റ് റൈറ്റ് പറഞ്ഞത്? അവരുടെ ഐഡിയോളജി, അവരുടെ ആശയത്തെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. ദീസ് terms describe the position of the parties concerned regarding social change and economic distribution. അപ്പം അവരുടെ അതായത് ഇതിപ്പോൾ പാർട്ടികൾ എന്തിൻ്റെ ബേസിലാണ് അവർ ലെഫ്റ്റ് റൈറ്റ് തീരുമാനിക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ ചേഞ്ചും അതിൻ്റെ എക്കണോമിക് റീഡിസ്ട്രിബ്യൂഷൻ, അതായത് സാമൂഹികപരമായിട്ടുള്ള മാറ്റങ്ങളിലും അതുപോലെ തന്നെ എക്കണോമിക് ഡിസ്ട്രിബ്യൂഷനിലും അവർ ഏത് തരത്തിലുള്ള കാഴ്ചപ്പാടാണോ വെച്ച് പുലർത്തുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ ദിസ് ആർ ലെഫ്റ്റ് ദിസ് ആർ റൈറ്റ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇവർ എന്താ പറയുക ഇടതുപക്ഷം വലതുപക്ഷം അങ്ങനെ. അപ്പം ആ ഒരു ഐഡിയോളജി എന്നാണ് എന്തിൻ്റെയൊക്കെ ഐഡിയോളജി? സോഷ്യൽ ചേഞ്ചസിലും അതുപോലെ തന്നെ എക്കണോമിക് റീഡിസ്ട്രിബ്യൂഷനിലും ഈ രണ്ട് കൂട്ടർക്കും ആശയങ്ങൾ വ്യത്യാസമാണ്. അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ലെഫ്റ്റും റൈറ്റും എന്ന കാഴ്ചപ്പാട് വന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ലെഫ്റ്റ് സ്റ്റുഡ് ഫോർ സോഷ്യലിസ്റ്റ്, ഇപ്പോൾ ശ്രദ്ധിക്കണം, ലെഫ്റ്റ് സ്റ്റുഡ് ഫോർ സോഷ്യലിസ്റ്റ് ഓർ റാഡിക്കൽ വ്യൂസ് ഇൻ പൊളിറ്റിക്സ്. എന്തിനു വേണ്ടി? ലെഫ്റ്റുകാർ എന്തിനു വേണ്ടിയാണ്? സോഷ്യലിസ്റ്റ് അല്ലേ, നമ്മൾ USSRൻ്റെ പറഞ്ഞ പോലെ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടിലാണ് അവർ വിശ്വസിച്ചിരുന്നത്. ലെഫ്റ്റ് ഓഫർ റെഫേഴ്സ് ടു ദോസ് ഹൂ തിങ്ക് ഓഫ് പുവർ ആൻഡ് ഡൗൺ ട്രോഡൻ സെക്ഷൻസ്, അതായത് അവരെന്തിനെ പഠിക്കും? ശരിക്കും പുവർ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിൽ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ താഴേക്കിടയിലുള്ള ആളുകളെ കുറിച്ചിട്ടാണ് എപ്പോഴും ആര് ചിന്തിക്കുക? ലെഫ്റ്റ്. ഓക്കെ, right refers to a more conservative section who believe that free competition and market economy will ensure progress. അപ്പം മറ്റത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അവർ റൈറ്റ് ആളുകൾ എന്ത് വിചാരിക്കുന്നു? കുറച്ചും കൂടെ ഒരു ഉയർന്ന ചിന്താഗതികളുള്ളതാണ്. അവരത് ഫ്രീ കോമ്പറ്റീഷൻ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഫ്രീ എക്കണോമി, ദാദാ സ്വതന്ത്ര പാർട്ടിയെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിരുന്നല്ലോ, C. രാജഗോപാലാചാരി അവിടെ കഴിഞ്ഞ ചാപ്റ്ററിൽ. അപ്പോൾ അവിടെ പറയുന്നത് ശരിക്കും എന്തല്ല ഫ്രീ മാർക്കറ്റാണ് വേണ്ടത്. അതായത് ഒരാളുടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളിൽ അയാളൊരു ഇൻഡസ്ട്രി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനും എന്ത് വേണ്ട? സമൂഹത്തോട് അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോട് യാതൊരു കടപ്പാടുകളും വേണ്ട. അയാൾക്ക് ഫ്രീ ആയിട്ട് ഇൻഡസ്ട്രീസും അതേപോലെ തന്നെ മാർക്കറ്റ് അതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഫ്രീ, അതിൻ്റെ ലാഭം അയാൾക്ക് ഉപയോഗിക്കാം. അല്ലാതെ സൊസൈറ്റിയുമായിട്ട് അതെന്തില്ല കടപ്പെട്ടു പോകുന്നില്ല. ഇതായിരുന്നു ആരുടെ ചിന്താഗതി? റൈറ്റുകാരുടെ ചിന്താഗതി. ദ ഗവൺമെൻറ് ഷുഡ് നോട്ട് അൺനെസസറിലി ഇൻ്റർവെൻ ഇൻ ദ എക്കണോമി. അതാ അപ്പോൾ പറഞ്ഞല്ലോ, അതായത് സാമ്പത്തിക കാര്യങ്ങളിൽ ഗവൺമെൻറ് അനാവശ്യമായി ഇടപെടലുകൾ നടത്തേണ്ട കാര്യമില്ല എന്നാണ് എന്ത് പറഞ്ഞത്? റൈറ്റുകാരുടെ ചിന്താഗതി. അതായത് ഓരോ വ്യക്തിക്കും അവനവൻ്റെ കഴിവിനനുസരിച്ചും അവനവൻ്റെ താല്പര്യത്തിനനുസരിച്ച് എന്ത് ചെയ്യുക? വ്യവസായങ്ങൾ ആരംഭിക്കാം, അതിൽ നിന്നുള്ള ലാഭം അവനവന് എന്ത് ചെയ്യാം? എടുക്കാം. അത് അല്ലാതെ ഗവൺമെൻറ് എന്തില്ല പോളിസീസ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ടാക്സ് കൊടുക്കണം, അങ്ങനത്തെ ലോസും അത് റൂൾസും റെഗുലേഷൻസ് ഒന്നും ഗവൺമെൻറ് ഒരു ഇൻ്റർവെൻഷൻ നടത്തേണ്ട ആവശ്യമില്ല. അതായിരുന്നു റൈറ്റുകാരുടെ ആശയം. പക്ഷേ ലെഫ്റ്റുകാരുടെ അങ്ങനെയല്ല, ഗവൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തതായിട്ടായിരുന്നു അവരുടെ ഒരു ആശയങ്ങൾ ഉണ്ടായിരുന്നത്. അവരെപ്പോഴും ചിന്തിച്ചിരുന്നത് സൊസൈറ്റിയുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിനാണ്. അതായത് സമൂഹത്തിൻ്റെ താഴേക്കിടയിലുള്ള ആളുകളുടെ ഡെവലപ്മെൻറ്റാണ് ആവശ്യം വേണ്ടത് എന്നൊരാശയമായിരുന്നു അവരുടേത്. ഇത് ഒരു ഐഡിയോളജിയാണ് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് യോജിക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ ഇതിൻ്റെ രണ്ടും ഐഡിയോളജിയാണ്, ഇവർ പറയുന്ന ഒരു ഐഡിയോളജിയാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഈ ലെഫ്റ്റും റൈറ്റിൻ്റെയും ഐഡിയോളജീസ് മനസ്സിലായല്ലോ, ഡെവലപ്മെൻറ്റിനെ ആസ്പദമാക്കിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ്
നമ്മൾ പറയാൻ പോകുന്നത് പ്ലാനിങ്. അതായത് ഇപ്പോൾ ഇന്ത്യ സ്വതന്ത്രമായി, അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലെ പ്ലാനിങ് എങ്ങനെയൊക്കെയാണ് നടന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് അതിൻ്റെ മുന്നോടിയായിട്ട് ചെയ്തിട്ടുള്ളത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. After considering the different views, it was decided that the country's development should not be left to private parties or individual. അല്ലേ? അപ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ ആ ഡിഫറെൻറ്റ് വ്യൂസ്, റൈറ്റിൻ്റെയും ലെഫ്റ്റിൻ്റെയും ഒക്കെ വ്യൂസ് നമ്മൾ ഒന്ന് പരിശോധിച്ചാൽ ശരിക്കും നമുക്ക് പറയാം, ദ കൺട്രീസ് ഡെവലപ്മെൻറ്റ് ഷുഡ് നോട്ട് ബി ലെഫ്റ്റ് ടു പ്രൈവറ്റ് പാർട്ടീസ് ഓർ ഇൻഡിവിജ്വൽസ്. ഒരു രാജ്യത്തിൻ്റെ പുരോഗതി എന്നുള്ളത് എന്തിലെല്ലാം, പ്രൈവറ്റ് പാർട്ടീസിലും ഇൻഡിവിജ്വൽസിലും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾക്ക് അതിൽ വിശ്വാസം അർപ്പിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഒരു ഭാരം അല്ല, അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയിലോ മാത്രം എന്ത് ചെയ്യത്തില്ല, അതിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി അവരെ ഏൽപ്പിക്കാൻ പറ്റില്ല. രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ. അതായത് റൈറ്റുകാരുടെ ആശയം ശരിയല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ദ ഗവൺമെൻറ് ഷുഡ് പ്രിപ്പയർ എ പ്ലാൻ ഫോർ ഡെവലപ്മെൻറ്റ്. ശരിക്കും എന്ത് വേണം, ഗവൺമെൻറ്റിന് എന്ത് വേണം, ഗവൺമെൻറ് ഷുഡ് പ്രിപ്പയർ പ്ലാൻ അല്ലേ. ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷന് വേണം, ഗവൺമെൻറ് എന്ത് വേണം, ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു പ്ലാന് എന്ത് ചെയ്യണം, ഉണ്ടാക്കണം. ഓക്കെ. ഇനി ദ ഗവൺമെൻറ് ഷുഡ് ഡു ദ പ്ലാനിങ് to rebuild economy. This consensus was arrived after studying what had happened elsewhere in the world in the 1940s and 1950s. ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് എന്ത് ചെയ്യും, ഗവൺമെൻറ് ചിന്തിക്കാൻ, ആ ഒരു ചിന്താഗതിയിലേക്ക് ഇന്ത്യയിലെ ആളുകൾ മാറാൻ കാരണമായത് 1940സിലെയും 1950സിലെയും ഈ കാലയളവിൽ ലോകത്ത് നടന്ന പലതരത്തിലുള്ള എന്താ പറയുക, ഒരു പലതരത്തിലുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ട്. എക്കണോമിക്കായിട്ടുള്ള ലോകരാഷ്ട്രങ്ങളുടെ ഇടയിലൊക്കെ എന്ത് പലതരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ശരിക്കും എന്ത് പറയുന്നത്, ഈ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ കൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡെവലപ്മെൻറ്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സാധ്യമാകൂ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു ആ ലോകത്ത് നടന്ന മാറ്റങ്ങൾ എന്ന് വെച്ചാൽ, ഗ്രേറ്റ് ഡിപ്രഷൻ യൂറോപ്പിൻ്റെ ഒരു തകർച്ച, അതുപോലെ തന്നെ റീകൺസ്ട്രക്ഷൻ ഓഫ് ജപ്പാൻ ആൻഡ് ജർമ്മനി, ജപ്പാനും ജർമ്മനിയും എന്ത് ചെയ്യും, ഉയർന്നു വന്നു. അതുപോലെ തന്നെ ദ സ്പെക്ടാക്കുലർ ഗ്രോത്ത് ഓഫ് ദ സോവിയറ്റ് യൂണിയൻ ഓവർകമ്മിങ് ഓൾ ഒബ്സ്റ്റക്കിൾസ് ഇൻ ദ 1930s ആൻഡ് 1940s. അപ്പോൾ അതേപോലെ തന്നെ സോവിയറ്റ് യൂണിയന് ഒരു വലിയ ശക്തിയായി മാറി. സോവിയറ്റ് യൂണിയനിലെ ആദ്യം തകർച്ചയ്ക്ക് ശേഷം വീണ്ടും സോവിയറ്റ് യൂണിയൻ എന്ത് ചെയ്തു, ഒരു വൻ ശക്തിയായി മാറി. അപ്പോൾ ഇത്തരം ഒബ്സർവേഷൻസ്, ഇത്തരം ചേഞ്ചസ് ലോകത്ത് നടന്ന ആ കാലഘട്ടത്തിൽ നടന്ന ഇത്തരം ചേഞ്ചസ് ഒബ്സർവ് ചെയ്തുകൊണ്ടാണ് എന്ത് ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ഇന്ത്യയിലെ ആളുകൾക്ക് ബോധ്യമായത് എന്ത്, ശരിക്കും ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ ഉണ്ടായെങ്കിൽ മാത്രമേ ഡെവലപ്മെൻറ്റ് എന്ത് ചെയ്യാൻ സാധ്യമാകുകയുള്ളൂ എന്നുള്ളത്. ഓക്കെ. So we know that the Planning Commission was not a sudden invention. In fact, it has very interesting history. അപ്പോൾ നമുക്കറിയാം എന്ത് ചെയ്യും, ഇന്ത്യയിലെ ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും ബേസിസ് ആയിട്ടുള്ള ഏജൻസി, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏജൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലാനിങ് കമ്മീഷൻ അല്ലേ. പ്ലാനിങ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്തല്ല, ഒരു കൂട്ടം ആളുകൾ ഇരുന്ന് തീരുമാനിച്ച് ആൻഡ് അത് അവർ പറയുന്ന പ്രൊജക്റ്റ് മാത്രമല്ല, ഇത് ശരിക്കും അതിനൊരു നല്ലൊരു ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതായത് നോക്കാം, വാട്ട് ഹാപ്പൻ ഇൻ 1944 വാസ് ജസ്റ്റ് the opposite. A good many big enterprises and industrialists came together and drafted joint proposal to set up planned economy in the country. It was known as Bombay Plan. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഇപ്പം പറയാൻ പോകുന്നത്. നമ്മുടെ പ്ലാനിങ് കമ്മീഷൻ നമുക്കറിയില്ല, ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നതിൻ്റെ മുമ്പ് ബോംബെയിലെ ഒരു കൂട്ടം വ്യവസായികളെ, ഒരു കൂട്ടം എന്ന് പറയുമ്പോൾ ഒരു 8 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 8 വ്യവസായ പ്രമുഖർ ചേർന്നിട്ട് ആ ഒരു സ്റ്റേറ്റിൻ്റെ ബോംബെയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അവരൊരു പ്ലാൻ തയ്യാറാക്കി 1944. അതിന് പറയുന്ന പേരാണ് ബോംബെ പ്ലാൻ.
ഓക്കെ, അതിനെ പറയുന്ന പേരാണെന്ത്? ബോംബെ പ്ലാൻ. അപ്പോൾ 1944 ബോംബെയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയലിസ്റ്റും ഒക്കെ കൂടി ചേർന്നിട്ട് ഒരു എന്ത് ചെയ്തു, ഒരു പ്രപ്പോസൽ ഉണ്ടാക്കി. എന്തിനു വേണ്ടി? എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രിയുടെ അതായത് രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം അല്ലെങ്കിൽ ബോംബെയുടെ എന്ന് പറയാം. ഓക്കെ, കാരണം അത് അത്രത്തോളം വിശാലമായിട്ടുള്ള ഒരു പ്ലാൻ ആയിരുന്നില്ല, എങ്കിൽ കൂടിയിട്ടും അതൊരു ബേസിക് ആയിട്ടുള്ള സാധനമായിരുന്നു. അപ്പോൾ 8 വ്യവസായത്തിൽ നമ്മളെ ടാറ്റ, ബിർള അങ്ങനത്തെ ആളുകളൊക്കെ അതിൽ ഉൾപ്പെട്ടിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ ജോൺ മത്തായി ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അവരൊക്കെ അതിൽ പേഴ്സണാലിറ്റികളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ശരിക്കും ഈ ബോംബെ പ്ലാനാണ് എന്താണ് പ്ലാനിങ് കമ്മീഷൻ്റെ പിറവിക്ക് ബേസായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടൊരു കാരണമായിട്ട് വർത്തിച്ചത് ഏതാണ്? ബോംബെ പ്ലാനാണ്. ഈ ബോംബെ പ്ലാനിൽ നിന്നാണ് ശരിക്കും പ്ലാനിങ് കമ്മീഷന് ഫോം ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ശരിക്കും നെഹ്റുവിനൊക്കെ വന്നത്. ആ ബോംബെ പ്ലാൻ എന്തായിട്ടില്ല, അവരങ്ങനെ ഒന്ന് പ്രപ്പോസൽ ഉണ്ടാക്കി, പക്ഷെ അത് ആക്സെപ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല നെഹ്റു ഗവൺമെൻറ്. പക്ഷേ എന്തില്ല, അതിൽ നിന്ന് ഒരു പ്ലാനിങ് കമ്മീഷൻ ഫോം ചെയ്യണം എന്നുള്ള ഒരു ആശയം ഉരുത്തിരിഞ്ഞു വന്നു. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബോംബെ പ്ലാന് 1944. It wanted the state to take steps ഇൻഡസ്ട്രിയൽ ആൻഡ് എക്കണോമിക് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഈ വ്യാവസായികമായിട്ടും സാമ്പത്തികപരമായിട്ടൊക്കെ അതിന് രാഷ്ട്രത്തിനൊരു പുരോഗതി കൈവരിക്കണം എന്നാണ് അതിൽ പ്രധാനപ്പെട്ട ആവശ്യം. ഓക്കെ, ഇനി ദ പ്ലാനിങ് കമ്മീഷൻ സെറ്റ് അപ്പ് വിത്ത് ദ പ്രൈം മിനിസ്റ്റർ ആസ് ചെയർമാൻ അല്ലേ. അപ്പോൾ നമുക്കറിയാം പ്ലാനിങ് കമ്മീഷൻ ഫോം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ആസൂത്രണ കമ്മീഷന് ചെയർമാൻ ആരാ? ഏത് സമയത്തും അതായത് പ്രൈം മിനിസ്റ്റർ അല്ലേ, പ്രൈം മിനിസ്റ്റർ ആയിരിക്കും അതിൻ്റെ ചെയർമാൻ. ഇപ്പോഴത്തെ പ്ലാനിങ് കമ്മീഷന് ചെയർമാൻ ആരാ? പ്രൈം മിനിസ്റ്റർ, അതായത് നരേന്ദ്രമോദിയാണ് അല്ലേ. അപ്പം നമുക്ക് അതിൻ്റെ ഹിസ്റ്ററിയിലേക്കൊന്ന് കണ്ണോടിച്ച് നോക്കാം. ഇപ്പോൾ പ്ലാനിങ് കമ്മീഷൻ എന്നുള്ള നെയിമൊക്കെ മാറിയിട്ടുണ്ട്, അതിനെപ്പറ്റി ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇനി പ്ലാനിങ് കമ്മീഷനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട്, അതെന്താണെന്ന് നോക്കാം. ത്രൂ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് സെവറൽ കമ്മീഷൻസ് ആൻഡ് കമ്മിറ്റീസ്. ദ പ്ലാനിങ് കമ്മീഷൻ ഈസ് നോട്ട് എമംഗ് ദം അല്ലേ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള കമ്മീഷനേഴ്സിനെയും കമ്മിറ്റികളെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട് ഭരണഘടനയിൽ. പക്ഷേ പ്ലാനിങ് കമ്മീഷൻ എന്നുള്ള ഒരു ആശയം എന്തില്ല, കോൺസ്റ്റിറ്റ്യൂഷനിൽ അവർ പറഞ്ഞിട്ടില്ല. The Government of India by simple resolution set up a planning commission in March 1950. അപ്പം ഒരു പ്രമേയത്തിലൂടെ 1950 ആദ്യമായിട്ട് പ്ലാനിങ് കമ്മീഷൻ നിലവിൽ വന്നത്, ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 കേട്ടോ. ഇറ്റ് ഹാസ് ഓൺലി ആൻ അഡ്വൈസറി റോൾ. ശരിക്കും അതിൻ്റെ ഒരു റോൾ എന്താണ്? ഒരു അഡ്വൈസറി റോൾ, ഒരു ഉപദേശക റോളാണ്. ഇറ്റ്സ് റെക്കമെൻഡേഷൻസ് ബിക്കം എഫക്റ്റീവ് ഓൺലി വെൻ ദ യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ് ദം. അതായത് ക്യാബിനറ്റ് ഉണ്ടല്ലോ, അതായത് മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട വകുപ്പുകളിലുള്ള മന്ത്രിമാരെ എല്ലാം കൂടി ചേർന്ന ഒരു കോർ ഗ്രൂപ്പാണ് ക്യാബിനറ്റ് ഗ്രൂപ്പ്. ആ ക്യാബിനറ്റ്, യൂണിയൻ ക്യാബിനറ്റ് അവരുടെ ഈ പ്ലാനിങ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസ് ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ, നടപ്പാക്കാൻ പറ്റുള്ളൂ ഇന്ത്യയിൽ ആ പ്ലാൻസൊക്കെ. ഓക്കെ, ദ റെസൊല്യൂഷൻ വിച്ച് സെറ്റ് അപ്പ് ദ പ്ലാനിങ് കമ്മീഷൻ ഹാസ് ഡിഫൈൻഡ് ദ സ്കോപ്പ് ഓഫ് ഹിസ് വർക്ക് ഇൻ ദ ഫോളോയിങ് വേർഡ്സ്. അപ്പം എന്താണ് ആ പ്ലാനിങ് കമ്മീഷൻ്റെ സ്കോപ്പ് എന്താണെന്നുള്ളത് ഒരു ഡെഫിനിഷനിലൂടെ താഴെ പറയുന്നുണ്ട്. അതായത് ഈ പ്ലാനിങ് കമ്മീഷൻ ഫോം ചെയ്യണം, പ്ലാനിങ് കമ്മീഷൻ എന്നുള്ളൊരു വേർഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയിട്ട് പ്ലാനിങ് കമ്മീഷൻ ഫോം ചെയ്യാൻ വേണ്ടി ഭരണഘടനയിലെ പല ആശയങ്ങളും കടമെടുത്തിട്ടാണ് പ്ലാനിങ് കമ്മീഷൻ എന്നുള്ള ബോഡി ഫോം ചെയ്തത്. ആ ആശയങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ താഴെ പറയുന്നത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഹാസ് guaranteed certain fundamental rights to the citizen of India and certain directive principles of state policy, in particular that the state shall strive to promote the welfare of the people by securing and protecting the social order in which justice, social, economical, political shall direct its policy towards securing among other things. അപ്പം അതായത്
എന്തിനു ശരിക്കും കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് പറയുന്നുണ്ട്, ഒരു സിറ്റിസന് വേണ്ട ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റി പറയും, മൗലിക അവകാശങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന വേറൊരു കാര്യമാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. അതായത് ഗാന്ധിയൻ ഫിലോസഫിയെ ബേസ് ചെയ്തിട്ടുള്ളതാണ് എന്ത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഈ രണ്ട് കാര്യങ്ങളൊക്കെ എന്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊമോട്ട് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ അല്ലേ, ജനങ്ങളുടെ എന്താ പറയുന്നിട്ട് മൊത്തത്തിലുള്ള എന്താ പറയുക വികസനം ലക്ഷ്യമാക്കിയിട്ട്, ക്ഷേമം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സും അതുപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിളൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ളത്. അത് ബൈ സെക്യൂറിങ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് സോഷ്യൽ ഓർഡർ ഇൻ വിച്ച് ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ ഒക്കെ റൈറ്റൊക്കെ അവർക്ക് എന്ത് ചെയ്യണം കൊടുക്കണം. അതായത് സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും വേണം, എക്കണോമിക്കല്ലേ അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള വേണം, സാമൂഹികപരമായിട്ടുള്ള ഭദ്രത ഈക്വാലിറ്റി വേണം. അപ്പോൾ ഇതൊക്കെ വേണമെന്ന് എന്ത് പറയുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിലും അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലൊക്കെ പറയുന്നുണ്ട്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറയാം ഈ ഡെവലപ്മെൻറ്റ് എന്ത് ചെയ്യണം പ്രോസസ്സ് ശരിക്കും യാഥാർത്ഥ്യമാവണമെന്നുണ്ടെങ്കിൽ എന്താവണം, ഇത്തരം ഈ എല്ലാ കാര്യങ്ങളും ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും അത് അറ്റൈൻ ചെയ്യാൻ പറ്റിയാലാണ് ശരിക്കും എന്ത് പറയുക ഡെവലപ്മെൻറ്റ് യാഥാർത്ഥ്യമാവുക. അപ്പം ഇങ്ങനത്തെ ഡെവലപ്മെൻറ്റ് യാഥാർത്ഥ്യമാവാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു പ്ലാനിങ് ആവശ്യമാണെന്ന് പറയുന്നത്. ഈ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടാണ് ശരിക്കും എന്തെന്ന് പ്ലാനിങ് കമ്മീഷൻ ഫോം ചെയ്തത്. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ പ്ലാനിങ് കമ്മീഷൻ എന്ന വേർഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെന്നുണ്ട് അത് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല ഘടകങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആ ഘടകങ്ങളാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും. ഫണ്ടമെൻ്റൽ റൈറ്റ്സിലെയും ഡയറക്റ്റീവ് പ്രിൻസിപ്പിളെയും കാര്യങ്ങൾ യാഥാർത്ഥ്യമാവണമെങ്കിൽ ജനങ്ങൾക്ക് ഒരു വെൽഫെയർ വേണം, എല്ലാവർക്കും ഈക്വൽ വെൽഫെയർ വേണം. ആ ഈക്വൽ വെൽഫെയർ കിട്ടണമെങ്കിൽ എന്ത് വേണം, സോഷ്യലും പൊളിറ്റിക്കലും എക്കണോമിക്കലൊക്കെ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് അവർക്ക് വേണം. ആ ഡെവലപ്മെൻറ്റ് കിട്ടണമെങ്കിൽ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റൽ പ്രോസസ്സ് അവിടെ നടക്കണം. സോ അത് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റൽ പ്രോസസ്സ് നടക്കണമെങ്കിൽ ദർ ഷുഡ് ബി എ പ്ലാനിങ് കമ്മീഷൻ. അപ്പോൾ മനസ്സിലായല്ലോ ഇതെന്താണെന്ന്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഇനി പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി സ്ക്രാപ്സ് ദ പ്ലാനിങ് കമ്മീഷൻ, അതും കൂടെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. അതായത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഓൺ ഓഗസ്റ്റ് 15, 2014 made a major announcement of the replacing the planning commission with a new think tank, നാഷണൽ റീഫോം ആൻഡ് ഡെവലപ്മെൻറ്റ് കമ്മീഷൻ. അതായത് 1950 നമുക്ക് എന്ത് ഫോം ചെയ്തു, പ്ലാനിങ് കമ്മീഷൻ ഫോം ചെയ്തു. അങ്ങനെ പോന്ന് 2014 വരെ ശരിക്കും അതിൻ്റെ പേരെന്തായിരുന്നു, പ്ലാനിങ് കമ്മീഷൻ, അതായത് ആസൂത്രണ കമ്മീഷൻ എന്നായിരുന്നു അതിൻ്റെ പേര്. അത് പ്രധാനമന്ത്രി ചെയർമാനായിട്ടും പിന്നെ ഒരു വൈസ് ചെയർമാനും ഒക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു കമ്മിറ്റി ആയിരുന്നു പ്ലാനിങ് കമ്മീഷന്. പക്ഷേ 2014 ഓഗസ്റ്റ് 15 നരേന്ദ്രമോദി എന്ത് ചെയ്തു, പ്ലാനിങ് കമ്മീഷൻ എന്നുള്ള ആ പേര് മാറ്റിയിട്ട് അതിനെന്താക്കി, നീതി ആയോഗ് എന്ന പേരാക്കി. നീതി ആയോഗ് അതിൻ്റെ ഫുൾ ഫോം എങ്ങനെയാണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ. ഓക്കെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ എന്ന് എന്ത് ചെയ്തു, റീനെയിം ചെയ്തു. ആ ഡേറ്റ് പ്രധാനമാണ് 2014 ഓഗസ്റ്റ് 15, സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്നാണ് മാറ്റിയത്. ഓക്കെ, 2014. ഓക്കെ, ദിസ് പുട്ട് എ ഫുൾ സ്റ്റോപ്പ് ഓഫ് പ്ലാനിങ് കമ്മീഷൻ. അപ്പോൾ എന്ത് ചെയ്തു, പ്ലാനിങ് കമ്മീഷന് ഒരു ഫുൾ സ്റ്റോപ്പ് അവിടെ വെച്ച് ഹാഡ് ബീൻ സ്പിയർ ഹെഡിങ് ദ പ്ലാൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ദ കൺട്രി ഫോർ ദ ലാസ്റ്റ് 64 years അല്ലേ. അപ്പം അതാണ് പറഞ്ഞത്. ആ ഒരു ചേഞ്ച് നിങ്ങൾ നോട്ട് ചെയ്യണം. പ്ലാനിങ് കമ്മീഷൻ എന്നുള്ള പേര് മാറ്റിയിട്ട് എന്താക്കി മാറ്റി, നീതി ആയോഗ് എന്നാക്കി മാറ്റി 2014 ഓഗസ്റ്റ് 15. അപ്പം അവിടെ എന്തുണ്ട്, അവിടെ ചെയർമാൻ ആരാണ്, പ്രൈം മിനിസ്റ്റർ തന്നെയാണ് നീതി ആയോഗിലും പ്ലാനിങ് കമ്മീഷനിലുള്ള പോലെ തന്നെ. അതുപോലെ തന്നെ ഫസ്റ്റ് വൈസ് ചെയർമാൻ ഓഫ് ദ നീതി ആയോഗ് ആരാന്നറിയോ, അരവിന്ദ് പനഗിരിയാണ്. അരവിന്ദ് പനഗിരി ഈസ് ദ ഫസ്റ്റ് വൈസ് ചെയർമാൻ ഓഫ് ദ നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ ആണ് കേട്ടോ.
ഇനി കറൻറ്റ് വൈസ് ചെയർമാൻ ഓഫ് ദ നീതി ആയോഗ് ഡോക്ടർ രാജീവ് കുമാറാണ്. രാജീവ് കുമാർ ടെക്സ്റ്റ് ബുക്ക് ഇല്ല, നിങ്ങൾ നോട്ട് ചെയ്യണം. 2017 മുതൽ അദ്ദേഹമാണ് എന്ത് നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ പോസ്റ്റിൽ നിൽക്കുന്ന ആൾ. ചെയർമാൻ ആരെന്ന് വെച്ചാൽ നരേന്ദ്രമോദി. ഓക്കെ, വൈസ് ചെയർമാൻ ആരാണ്? ഡോക്ടർ രാജീവ് കുമാർ. ഫസ്റ്റ് വൈസ് ചെയർമാനാണ് അരവിന്ദ് പനഗിരി. ഓക്കെ, പ്ലാനിംഗ് കമ്മീഷൻ അതായത് നീതി ആയോഗ്. അപ്പോൾ ആ ചേഞ്ച് വരെ നമുക്കൊന്ന് പറഞ്ഞ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി 5 ഇയർ പ്ലാൻസിനെ പറ്റി ജസ്റ്റ് ഒരു കാര്യങ്ങൾ പറയാനുള്ളതോ ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? ബോംബെ പ്ലാൻ പറഞ്ഞു, പ്ലാനിംഗ് കമ്മീഷനെ പറ്റി ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു, പ്ലാനിംഗ് കമ്മീഷൻ, അതുപോലെ തന്നെ നീതി ആയോഗായിട്ട് റീനെയിം ചെയ്ത കാര്യം. അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ.